ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരുന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു ചമ്മന്തി പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തികളൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെപ്പോഴും പല ഡിഫറെൻറ്റ് ടൈപ്സുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ കാണുന്ന പാഷൻ ഫ്രൂട്ട് വെച്ചാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പം ആ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന പാഷൻ ഫ്രൂട്ട് വളരെ ഡ്രൈ ആയിട്ട് നമുക്ക് പുറമേ നിന്ന് കണ്ടാൽ തോന്നും. പക്ഷെ അതിനകത്തെ പഴുപ്പ് നല്ല സൂപ്പർ പഴുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ആ പഴുപ്പ് എടുത്തിട്ട് 2 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. 2 പാഷൻ ഫ്രൂട്ടിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. അതൊരു 3.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കറി ലീഫ്, പച്ചമുളക്, കുറച്ച് ചെറിയ കുഞ്ഞുള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ ആവശ്യത്തിന് നമ്മുടെ രുചിയുടെ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഉപ്പിൻ്റെ ആവശ്യം. അപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്കും കൂടുതൽ വേണ്ട അതനുസരിച്ച് രുചി ഉപ്പ് നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചമ്മന്തികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ ഇതിനകത്ത്. കാരണം ആ പഴുപ്പിനകത്ത് തന്നെ ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രൈൻഡറൊക്കെ ഉണ്ടല്ലോ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തിലോ ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പോൾ പാഷൻ ഫ്രൂട്ടിന് ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ടായിട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ എ, സി അതൊക്കെ ഉണ്ട്. അതുപോലെ ധാരാളം ഫൈബറും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഗട്ട്സിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളതെന്നാണ്. പാഷൻ ഫ്രൂട്ട് ഡയറക്റ്റായിട്ട് കഴിക്കുന്നതും അതുപോലെ ജ്യൂസ്, സ്ക്വാഷൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഒപ്പം ഈ ഒരു ചമ്മന്തിയും കൂടെ നമുക്ക് പരീക്ഷിക്കാൻ കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. കാരണം ഇവിടെ പാഷൻ ഫ്രൂട്ട് കിട്ടാറുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പം നോയമ്പ് കാലം കൂടെ ആയതുകൊണ്ട് 2-3 പ്രാവശ്യം ഇത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ചെറിയൊരു മധുരം, പുളി, എരിവ് എല്ലാം കൂടി ഇട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് നല്ലതായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചമ്മന്തി തന്നെ കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ പാഷൻ ഫ്രൂട്ടൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ധാരാളം, പല വീടുകളിലും ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻ്റ് ഇടാനും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഓൾ എന്നുള്ള ബട്ടണൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുകയുള്ളൂ. ഈ ചമ്മന്തി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കഞ്ഞിയൊക്കെ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ ഭയങ്കര ടേസ്റ്റ്. വേറെ ഇറച്ചി അതൊക്കെ കൂട്ടിയല്ല, നമ്മളിപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിലൊരു ചമ്മന്തി കൂട്ടി ചോറുണ്ട്. ഇപ്പോൾ ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.